കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു. കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. മനുഷ്യന് എങ്ങനെയാണ് ഇത്ര വലിയ ക്രൂരനാകാൻ കഴിയുന്നത്? സഹജീവികളോട് തന്നെ ഇത്തരത്തിൽ പെരുമാറാൻ കഴിയുന്നവർ മൃഗങ്ങളല്ലേ? അല്ല, മൃഗം പോലും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കണ്ണില്ലാത്ത ക്രൂരത തന്നെ ഈ കാട്ടിയത്. 1 കിലോമീറ്ററോളം ബോണറ്റിലേക്കിടത്തി ഈ 24 വയസ്സുകാരനെ ഇവർ കാർ ഓടിച്ചു. ശേഷം താഴെ വീണ് 100 മീറ്ററോളം വലിച്ചേച്ചു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചതഞ്ഞരിഞ്ഞു. മൂക്കിൽ നിന്ന് രക്തം ധാരയായി ഒഴുകി. ഈ രക്തസ്രാവം കണ്ടു നിന്നവരുടെ പോലും കൽബ് പിടച്ചു. ഒന്നടുത്തു പോകാൻ പോലും ഭയപ്പെട്ടു പോയി. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ സമീപം നടന്ന ഈ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. മദ്യലഹരിയിലായിരുന്ന CISF ഉദ്യോഗസ്ഥരാണ് ഈ നീചകൃത്യം ചെയ്തിരിക്കുന്നത്. ഐവിൻ ജിജോ എന്ന 24 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച ഈ ദാരുണ അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലേ? ആദ്യം അപകടത്തിലാണ് ജിജോ ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നാണ് കരുതിയത്. പിന്നീടാണ് ജിജോയെ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം വെളിയിലായത്. വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിൽ ഒരു 24 വയസ്സുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തുവാൻ ഈ 2 ഉദ്യോഗസ്ഥർ കാരണമായി കണ്ടത്. വിമാനത്താവളത്തിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ജിജോ ജോലി ചെയ്യുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയാണ് ജിജോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു തർക്കം ഉണ്ടായതും. താൻ അല്പം താമസിച്ചേ വരികയുള്ളെന്നും ഒരു തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണെന്നും ജിജോ താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ഈ ക്രൂര കൊലപാതകത്തിന് ശേഷം ജിജോയെ കണ്ടവരാകെയും നെട്ടി. ഈ ചെറുപ്പക്കാരൻ്റെ ശരീരം പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ഏറെ ചതഞ്ഞരഞ്ഞിരുന്നു. ഈ നാട്ടിൽ ജീവിക്കണ്ട എന്നാണ് ഐവിൻ ജിജോയുടെ മാതാപിതാക്കൾ പറയുന്നത്. പട്ടി കുറുകെ ചാടുമെന്ന് കരുതി കാറിലായിരുന്നു മകനെ പറഞ്ഞയച്ചിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എൻ്റെ പൊന്നു മകൻ്റെ കൈയും കാലും തല്ലി ഒടിച്ചാൽ മതിയായിരുന്നല്ലോ, അവനെ കൊന്നു കളയണമായിരുന്നോ എന്നുള്ള ഈ മാതാവിൻ്റെ വേദന മാത്രം നൽകുന്ന വാക്കുകൾ ഒന്നടങ്കം കേട്ട ഓരോ മനുഷ്യനെയും കരയിച്ചു. ജിജോ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വിവരങ്ങളെല്ലാം കണ്ടെടുക്കുകയാണ് പോലീസ്. ഇല്ല, അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മോനാണ്, അവിടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മോനാന്ന് പറഞ്ഞു. ഇല്ല, ഐവിൻ ജിജോ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജിജോ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആരെങ്കിലും വിളിച്ചോണ്ട് ഓടിപ്പോരെ, സീരിയസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പലായിന്ന് പോരുകയാണ് ചെയ്തത്. എൻ്റെ കൊച്ചു പാവമാണ് എൻ്റെ മക്കളെ. കാരണം എൻ്റെ കൊച്ചു പുറത്തിറങ്ങി പഞ്ചമാവാം. അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലാന്ന്. 10-24 വർഷം കാലാണോ കൈയാണോ വളർന്നെന്ന് നോക്കി വെച്ചോണ്ടിരുന്നത്. ഞങ്ങൾ കാറിനാ എൻ്റെ അവനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടുകൊണ്ടിരുന്ന അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ. എന്നിട്ട് ഈ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞ് ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു. അല്ലാതെ എൻ്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ 2 പാവങ്ങളാ. ഓരോ ഉപദ്രവവും അറിഞ്ഞോണ്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല. ഞങ്ങൾ 2 മെഡിക്കൽ ഫീൽഡാ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്സിൽ. അതറിഞ്ഞിട്ട് ചിന്തിക്കണോരാ. ഈ നാട്ടിൽ പോലെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. അപ്പം എൻ്റെ മക്കൾ